ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ ഒരു ജോലി, അതാണോ നിങ്ങളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ്? അക്കൗണ്ടിംഗ്, ബാങ്കിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖലകളിൽ ഒരു നല്ല ജോലി നേടാം ഫിൻബ്രൂവിനൊപ്പം. അർജുന്റെ എന്തെങ്കിലും ഒരു കാര്യം ഭയങ്കര ഇൻസ്പയറിംഗ് ആയിരുന്നു എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് പറയും? എന്റെ ലൈഫ് സ്റ്റോറിയിൽ എന്നെ കണ്ടിട്ട് ഇൻസ്പയർ ആയോ? അർജുൻ കുറച്ച് ഷൈ കൂടിയിട്ടുണ്ടോ? ബിഗ് ബോസ് ഒന്നും നമ്മളെ വെല്ലുന്നൊരു ഷോ അല്ലാന്നാണോ? എന്താ അങ്ങനെയല്ല. ശ്രീതു എവിക്റ്റായി പോയല്ലോ, അപ്പൊ അർജുൻ ഭയങ്കര ഇമോഷണൽ ആയി കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്കിപ്പോ അവള് പോയപ്പോ സിജോ പോയപ്പോഴാണെങ്കിൽ എനിക്ക് അർജുനിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്വാളിറ്റി എന്താണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും പറയാ? ഇഷ്ടപ്പെട്ട ഒരു കാര്യം അതായത് மேபி கேரிங். அது எனிமியா இருந்தாலும் ஏதாவது பிரச்சனை இருந்தா ஆளை தூக்கிட்டு போறது. ശ്രീതുവിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം? അവള് ഭയങ്കര ജെന്യുവൻ ആണ്, സ്ട്രേറ്റ് ഫോർവേഡ് കാര്യം പറയും. എപ്പോഴെങ്കിലും ശ്രീതു തിരിച്ചാലോചിച്ചിട്ടുണ്ടോ? ലൈക് ശ്രീതു പോയതുപോലെ അർജുൻ ആണ് പോകുന്നതെന്നുണ്ടെങ്കിൽ? ഞാൻ അതേപ്പറ്റി ചിന്തിച്ചിട്ടില്ല. അർജുൻ പോകും ഞാൻ ചിന്തിച്ചിട്ടൊന്നുമില്ല, പക്ഷെ ചിന്തിച്ചിട്ടില്ല. ഇപ്പൊ വന്നു പുറത്ത് വന്നു. മലയാളി പ്രേക്ഷകർ എല്ലാവരും കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരുന്ന ആ ഒരു എപ്പിസോഡ് ബിഹൈൻഡ് വുഡ്സിൽ വന്നിരിക്കുകയാണ് ഗൈസ്. വെൽക്കം ശ്രീതു ആൻഡ് അർജുൻ. മാറിപ്പോയി അല്ലേ? ശ്രീതു ആൻഡ് അർജുൻ ആയിപ്പോയി. എന്തുണ്ട് വിശേഷം? ഞാനും പരമസുഖം. രണ്ടുപേരും സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, എന്താണ് ബിഗ് ബോസ് കഴിഞ്ഞിട്ടുള്ള നിങ്ങളുടെ ഈ ഒരു എന്താ പറയാ, ഈ ഒരു കൂടിച്ചേരലിന് വേണ്ടിയിട്ട് എത്ര പ്രേക്ഷകരെ കാത്തിരുന്നെന്നും വല്ല ഐഡിയ ഉണ്ടോ? നിങ്ങളുടെയൊക്കെ ഇന്റർവ്യൂസ് എടുത്ത് കണ്ടിരുന്നോ നേരത്തെ? ഹോണസ്റ്റ് ആയിട്ട് പറയണോ? ലൈക് സോളോ ഇന്റർവ്യൂസാ? I mean clippings ഒക്കെ കണ്ടില്ല. അതിന്റെ കമന്റ്സ് ഒക്കെ വായിച്ചായിരുന്നോ? I mean കമന്റ് വായിക്കുന്ന ആള് ഇനി ഒരാള് പോലും ഇല്ല ചോദിക്കാത്തത് ഇവരെ രണ്ടുപേരും ശ്രീജുണ്ണെ എപ്പോ ഒരുമിച്ച് കൊണ്ടുവരുമെന്ന്. അർജുൻ കമന്റ് വായിക്കാറുണ്ടെന്ന് പറഞ്ഞില്ലേ? എന്തൊക്കെയാ കണ്ടേ? ഒരുമിച്ച് ഇല്ല, അത് നോർമലി വന്നിട്ടുണ്ടായിരുന്നു. അത് മെസ്സേജസിലൂടെ എല്ലാരും ചോദിച്ചിരുന്ന ഒരു കാര്യം അതാണ്, ശ്രീജുണ്ണെ എപ്പോ കൊണ്ടുവരും? ഇങ്ങനെ സോളോ ആയിട്ടല്ല, ഞങ്ങൾക്ക് രണ്ടുപേരെ ഒരുമിച്ച് വേണമെന്ന് പറഞ്ഞ് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എങ്ങനെയാണ് ഇങ്ങനെ ഒരു സംഭവം കൊണ്ടുവരാതിരിക്കുക? എങ്ങനെയുണ്ട് രണ്ടുപേരുടെയും ലൈഫ് ആഫ്റ്റർ ബിഗ് ബോസ്? സൂപ്പറാ പോണ്ട്. നന്നായിട്ട് പോണ്ട് ആണല്ലേ? അവാർഡൊക്കെ വാങ്ങിച്ചിട്ടിരിക്കുകയാണല്ലേ? ബിഗ് ബോസിന് ശേഷമുള്ള ഫസ്റ്റ് അവാർഡ് ആയിരുന്നില്ലേ? ആദ്യത്തെ ബിഗ് ബോസിന് ശേഷം ബിഗ് ബോസിന് മുന്നത്തെ ശേഷമുള്ള ആദ്യത്തെ അവാർഡാണ്. ശ്രീധുന് ഫസ്റ്റത്തെ സ്റ്റേജിലുള്ള അവാർഡായിരുന്നു അല്ലേ? ഓക്കെ. പക്ഷെ ബിഗ് ബോസിന് ശേഷം അർജുൻ കുറച്ച് ഷൈ കൂടിയിട്ടുണ്ടോ? കാരണം ഞങ്ങള് ബിഗ് ബോസിൽ കണ്ടിരുന്നത് എല്ലാരും തകർപ്പനായിട്ട് ഇമിറ്റേറ്റ് ഒക്കെ ചെയ്താണ്. ഞാനങ്ങനെ ക്യാമറ കോൺഷ്യസ് അങ്ങനെ നമ്മളവിടെ ഫ്ലോയിൽ ഇങ്ങനെ ചെയ്യണം. ഇവിടെ നിന്നപ്പോ എല്ലാരും ഇങ്ങനെ നോട്ട് ചെയ്യുന്നു, എല്ലാരും പേര് വിളിക്കുന്നു. എനിക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണല്ലോ ആൾക്കാർ തിരിച്ചറിയുന്നതും. അങ്ങനെ സെലിബ്രിറ്റി അങ്ങനെ ആവണം വിചാരിച്ചിട്ടൊന്നുമില്ല. അതിനെന്തപ്പോ എക്സ്പ്ലോർ ചെയ്യുക മൂവി, ആ ഒരു മൈൻഡ് ഉണ്ടായിരുന്നു. ഇറങ്ങിക്കഴിഞ്ഞപ്പോ എല്ലാരും ഇഷ്ടമെന്ന് പറയുന്നു, എല്ലാരും നോട്ട് ചെയ്യുന്നു. അപ്പത്തേന് ആ ഒരു ആരെങ്കിലും പറഞ്ഞോ ലൈക് ബിഗ് ബോസിലൊക്കെ ഞങ്ങള് ഇങ്ങനെ ഒരു ഷൈ ആയിട്ടുള്ള അർജുനെ കണ്ടിട്ടില്ല, പക്ഷെ പുറത്ത് വന്നപ്പോ ഷൈ ഇല്ല. ലൈക് ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്, ഇതെല്ലാം എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഷൈ ഒന്നും പറഞ്ഞിട്ടില്ല. ഇല്ല. പക്ഷെ ശ്രീധുയുടെ ക്യാരക്ടർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ചില്ലാണ്, ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പൊ ബിഗ് ബോസിനകത്തായാലും ശരി പുറത്തായാലും ശരി ഭയങ്കര ഹാപ്പിയാണ്. ബിഗ് ബോസ് ഒന്നും നമ്മളെ വെല്ലുന്നൊരു ഷോ അല്ലാന്നാണോ? എന്താ അങ്ങനെയല്ല, ലൈക് ബിഗ് ബോസിലുള്ള ടാസ്ക് ഒന്നും നമ്മളെ എഫക്ട് ചെയ്യില്ല, അങ്ങനത്തെ ടാസ്ക് എഫക്ട് ചെയ്യില്ല. പക്ഷെ മനുഷ്യന്മാരവിടെ അവര് ഓരോന്ന് പറയുന്ന വിഷയം എഫക്ട് ആവും. അത് എഫക്ട് ചെയ്യും. അതല്ലല്ലോ ബിഗ് ബോസ് ആണല്ലേ? ഓക്കെ, ശരി. അല്ല, ഇതുപോലുള്ള കാര്യങ്ങൾ ലൈക്ക് ഇപ്പൊ കമന്റ്സ് ആണെങ്കിലും അർജുൻ എഫക്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല, നമ്മുടെ ഈ ബിഗ് ബോസ് പ്ലാറ്റ്ഫോം വരുമ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് എല്ലാ കാര്യത്തിലും പോസിറ്റീവ് നെഗറ്റീവും വരും. ഇപ്പോൾ ഒരു കാര്യത്തിലല്ല ആക്സെപ്റ്റ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. അതിലിപ്പോൾ ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് അവർ പറയുന്നു, അക്സെപ്റ്റ് ചെയ്യുക, റിജക്റ്റ് ചെയ്യുക. ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അവരുടെ പോയിന്റ് ഓഫ് വ്യൂ ആണ് അവർ പറയുന്നത്, അവരുടെ കാഴ്ചപ്പാടാണ് പറയുന്നത്. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം, അവരുടെ കാഴ്ചപ്പാട്. അതാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആണ് അവരുടെ കാഴ്ചപ്പാട്, അവരുടെ പോയിന്റ് ഓഫ് വ്യൂ കാണുന്ന ഒരു വ്യൂ ആണ് അവർ പറയുന്നത്. അത് നമുക്ക് തിരുത്താൻ പറ്റില്ല. അവരുടെ ഇതാണ് അവര്
അവരുടെ കാഴ്ചപ്പാട് നമുക്ക് തിരുത്താൻ പറ്റില്ല. അത് റെസ്പെക്ട് ചെയ്യണം, പോസിറ്റീവായിട്ടാണ് പോസിറ്റീവായിട്ട് എടുക്കുന്നത്. അപ്പോൾ അത് നമ്മൾ എനിക്കത് കുറവാന്ന് തോന്നുന്നു, ഞാനത് ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ മാത്രം ശരിയെന്ന് പറയാൻ പറ്റില്ലല്ലോ, എല്ലാവരും ഭാഗത്തും ഓരോരുത്തരെ കാണുമായിരിക്കും. സോ നമ്മളതൊക്കെ പഠിച്ച് ലെസൺസ് ലേൺ ലൈഫ് എന്ന് പറയുന്നത് അത്രേ ഉള്ളൂ. ശ്രീതു എങ്ങനെയാണ് നെഗറ്റീവ് കമന്റ്സിനൊക്കെ കാണുന്നത്? വായിക്കാറില്ലേ കമന്റ്സ്? ഇല്ല ഇപ്പോ വെളി വന്ന ശേഷം ചില വിഷയം അറിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഓക്കെ, അത് മനസ്സിലാക്കി അത് എന്തുകൊണ്ട് അങ്ങനെ അല്ലല്ല മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും, അത് ചെയ്ത് ഞാൻ നോക്കിയിട്ടുണ്ട്. പിന്നെ അതല്ലാണ്ട് ഇപ്പോ മമ്മിക്ക് ചില സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു, അപ്പൊ അത് വെളി വന്നിട്ട് എനിക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ തോന്നി എന്തുകൊണ്ട് ഇപ്പൊ ഒന്നും അങ്ങനെ വലുതായിട്ട് പറഞ്ഞിട്ടില്ല, ബട്ട് സ്റ്റിൽ ഇത്രയ്ക്കോ ലൈക്ക് ഹേറ്റ് ആയിട്ട് ഇങ്ങനെ കമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നല്ല. പക്ഷെ ഇപ്പൊ അതില്ല, ഇപ്പൊ എല്ലാവർക്കും മനസ്സിലാക്കി. എല്ലാവരും ഇപ്പം ഞാൻ നെഗറ്റീവ് കമന്റ്സ് കുറച്ച് കണ്ട് ലീസ്റ്റാണ് കണ്ടിട്ടുള്ളത്. എല്ലാവർക്കും നല്ല പോസിറ്റീവ്, എന്റെ മെയിൽ ആണെങ്കിലും മെസ്സേജ് ആണെങ്കിലും വീട്ടിൽ വരുന്ന ആൾക്കാരാണെങ്കിലും എല്ലാം പോസിറ്റീവ് ആണ് പറയുന്നത്. എനിക്ക് നെഗറ്റീവ് ഉണ്ടായിരിക്കാം, ബട്ട് സ്റ്റിൽ നെക്സ്റ്റ് ഇങ്ങനെ ഡിസൈഡ് ചെയ്യണം, ഓരോരോ ഓഫർ ബേസിൽ അത് നോക്കി ഡിസൈഡ് ചെയ്യണം. മൂവീസ് ഓൾറെഡി ഞാൻ സെറ്റ് അല്ല, ലൈക്ക് അതൊക്കെ ഹാപ്പൻ ചെയ്യണം. അതൊരു ഓഫർ കിട്ടി, ലൈക്ക് അതിന് ഞാനും കൂടെ കുറെ ഇമ്പ്രൂവ് ചെയ്യണം, എന്റെ എഫേർട്ട് ഇടണം. എനിക്ക് കുറെ പഠിക്കാനുണ്ട്, ബേസിക് ആയി വരുന്നേ ഉള്ളൂ, ഞാൻ ഫ്രഷറാണ്. അപ്പം എഫേർട്ട് കുറെ ഇടണം, പഠിക്കണം, അത്രയൊക്കെ ഉള്ളൂ. അല്ലാതെ ഫുള്ളി ഡെഡിക്കേറ്റഡ് കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ടല്ലോ. ഇപ്പം ഇത്രയും ജേർണി അല്ല, ഇനി കുറെ ജേർണി ഇല്ല, ഒന്നും ഹെൽത്ത് ഓക്കെ ഇല്ല, എല്ലാം ഓക്കെ ആയി വരുന്നില്ല, ഫുഡ് ക്രേവിങ്സ് ഒന്നും വരുന്നില്ല, നമ്മൾ അതിൽ നിന്ന് ഇറങ്ങിയ റുട്ടീനും ശരിയായി വരുന്നുള്ളൂ. എല്ലാം ഇനി ഒന്ന് കറക്റ്റ് ട്രാക്കിലോട്ട് വന്നിട്ട് ബാക്ക് ടു ജിം അല്ല. ഓക്കെ ഫൈൻ. നമ്മള് എവിക്ഷനെ കുറിച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ശ്രീതു എവിക്ട് ആയി പോയല്ലോ, അപ്പൊ അർജുൻ ഭയങ്കര ഇമോഷണൽ ആയി കണ്ടിട്ടുണ്ടായിരുന്നു. ആക്ച്വലി എന്തായിരുന്നു ആ ഇമോഷണൽ ആവാനുള്ള കാരണം? 2 ദിവസം കഴിഞ്ഞു എന്ന് വെച്ചാൽ നമ്മൾ പുറത്തുനിന്ന് മീറ്റ് ചെയ്യാലോ, ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അപ്പോഴും നമുക്ക് കണ്ടിന്യൂ ചെയ്യാലോ. എന്തായിരുന്നു ആ 2 ദിവസവും ആ അതെനിക്കറിയില്ല, ലൈക്ക് പെട്ടെന്ന് കൂടുതലുള്ള ആള് പെട്ടെന്ന് പോകുമ്പോൾ എനിക്കിപ്പോ അവള് പോയപ്പോ സിജോ പോയപ്പോഴാണെങ്കിൽ എനിക്ക് അത് ഹേർട്ടാവും. എന്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്ന ആള് പെട്ടെന്ന് ആ മൊമെന്റില് അല്ലെങ്കിൽ എന്റെ കൂടെ അവനും വലിയ വിഷമായി. ടു ബി ഓണസ്റ്റ് എനിക്ക് വിഷമായി. ഇപ്പൊ അവള് പോയപ്പോ എനിക്ക് കൂടുതൽ വിഷമായി, കാരണം എന്റെ കൂടെ ഉണ്ടായിരുന്നു, എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്, എന്റെ എല്ലാ അപ്സ് ആൻഡ് ഡൗൺസിനും എന്റെ കൂടെ ഉണ്ടായിരുന്ന ആള് പെട്ടെന്ന് ഒരു ദിവസം, അതും ലൈക്ക് ഞാൻ പ്രതീക്ഷിച്ച് ടോപ്പ് 5 ഉണ്ടാവുന്ന പ്രതീക്ഷിച്ചാണ് ആ 100 days കംപ്ലീറ്റ് ചെയ്യുന്നത്. അൺഎക്സ്പെക്ടഡ്ലി ആ മൊമെന്റില് എല്ലാവരും വന്നിരിക്കുമ്പോഴത്തേനും പോവാന്ന് പറയുമ്പോഴത്തേനും അതെനിക്ക് ഹേർട്ടായി, വിഷമാവും. എല്ലാവർക്കും ഹേർട്ടായി, എനിക്ക് ഹേർട്ടായി. പിന്നെ ലൈക്ക് എനിക്ക് പേഴ്സണലി ഹേർട്ടാവും, കാരണം എന്റെ കൂടെ ഉള്ള ആള് പെട്ടെന്ന് ഒരു മൊമെന്റിൽ പോകുമ്പോഴത്തേക്കിനും അത് വാട്ടേവർ 2 മണിക്കൂർ 2 ദിവസം ആണെങ്കിലും കൂടെ ഉള്ള ആള് പെട്ടെന്ന് പോകുമ്പോഴത്തേനും ഒരു വിഷമമുണ്ടല്ലോ, സങ്കടം ഇവഞ്ച്വലി ഹാപ്പൻ ചെയ്ത കാര്യമാണ്. പക്ഷെ ആ ഒരു എവിക്ഷൻ ഭയങ്കര രസമായിരുന്നു. ഞങ്ങൾ നിങ്ങൾക്ക് രസമായിരിക്കും, ഫ്രെയിം ബ്യൂട്ടി ഭയങ്കര രസമായിരുന്നു. പുറത്ത് മഴ, ശ്രീതു ഇങ്ങനെ ഹീറോയിനെ പോലെ ഒരു കൊടയൊക്കെ ചൂടി പോകുന്നു, അത് കാണാൻ ഭയങ്കര രസമായിരുന്നു. പിന്നെ നിങ്ങളും വിഷമാകുമ്പോ അയ്യോ പാവങ്ങള് ഭയങ്കര സ്നേഹം അങ്ങനെയുള്ള ഒരു ഫീൽ വരും. ഞങ്ങൾക്ക് ഞങ്ങളുടെ വിഷമം ഔട്ടായി എനിക്ക് ആ വീട്ടിൽ നിന്ന് പോകുന്നത് തന്നെ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 100 days ലാൽ സാറിന്റെ കൈ പിടിച്ച് ഇറങ്ങുമ്പോഴത്താണെങ്കിൽ എനിക്ക് ജിനചേട്ടനാണ്, ഞങ്ങൾക്ക് വിഷമമുണ്ട് എല്ലാവർക്കും. ആ 5 പേർക്ക് ലീവ് കാണാൻ ലിറിക് അറ്റം വരെ നിന്നവർക്ക് ഹേർട്ട് ആവും. അത്രയും നമ്മൾ സ്വന്തം വീട് പോലെ നോക്കി, അടുക്കളയാണെങ്കിലും നെസ്റ്റ് ആണെങ്കിലും ടെൻ ആണെങ്കിലും നമുക്ക് സ്വന്തം വീട് പോലെയാണ്. അപ്പൊ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴത്തേനുള്ള വിഷമം, സങ്കടം ഉറപ്പായിട്ടുണ്ടാവും. എപ്പോഴെങ്കിലും ശ്രീതു തിരിച്ചാലോചിച്ചിട്ടുണ്ടോ, ലൈക് ശ്രീതു പോയതുപോലെ അർജുൻ ആണ് പോകുന്നതെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും കാര്യങ്ങളെന്ന്? ഇല്ല, ഞാൻ ആലോചിച്ചിട്ടില്ല. അർജുൻ ആലോചിച്ചിട്ടുണ്ടോ? ഇപ്പൊ എനിക്ക് ഇടയ്ക്ക് വെച്ച് പോയിരുന്നെങ്കിൽ മേ ബി എനിക്കറിയില്ല. എനിക്ക് അവിടെ എന്റെ ഒരു എന്താ പറയുക, ലൈക്ക് എന്റെ ഹാപ്പി പ്ലേസ് എപ്പോഴും പറയാറുണ്ട്. അപ്പൊ അവിടെ എനിക്ക് കൂടെ ഉണ്ടായിരുന്ന ആളല്ലേ, അപ്പൊ ആള് പെട്ടെന്ന് പോയി കഴിയുമ്പോഴത്തേക്ക് എനിക്ക് മേ ബി ഒരു ലോൺലെസ് ഫീൽ ചെയ്യാൻ ചാൻസ് എനിക്കറിയില്ല. ഞാൻ അതേ പറ്റി ചിന്തിച്ചിട്ടില്ല, അർജുൻ പോവുമെന്ന്. ഞാൻ ചിന്തിച്ചിട്ടൊന്നുമില്ല, ബട്ട് സ്റ്റിൽ ഇപ്പൊ ഉള്ള ആക്സ്പെക്ട് പറയുമ്പോഴത്തേന് ചിന്തിക്കുമ്പോ ഈ ഒരു പോയിന്റ് ആയിരിക്കും വരിക. അത്രേ ഉള്ളൂ. ഇപ്പൊ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തില്ല, ഈവൻ 2 ദിവസം മുമ്പാണെങ്കിലും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തല്ലോ. ഞാനത് പറഞ്ഞു. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഇത് ഇന്റർവ്യൂല് ഈ ഹാപ്പി പ്ലേസ് എന്നൊക്കെ പറയുമ്പോഴേ ഒന്ന് ശ്രദ്ധിച്ച് വേണം, കാരണം നിങ്ങളൊന്ന് ഒന്നിച്ച് കാണാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ ആൾക്കാരെ ക്യൂല. ശ്രീജുൻ ഈ മറ്റേ ഒരു ഫ്രെയിമിൽ വരുന്നത് പോലെ തന്നെ ലൈഫിൽ ഒന്നായാൽ ഞങ്ങൾ ഭയങ്കര സന്തോഷവതിയായിരിക്കും, അല്ലെങ്കിൽ സന്തോഷവാന്മാരായിരിക്കും എന്ന് പറയുമ്പോൾ ഈ ഹാപ്പി പ്ലേസ് എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് ആലോചിച്ചാൽ കൊള്ളാം. ശരിക്കും ശ്രീധുവിന്റെ ഫേസ് കാണുമ്പോ നോ കമന്റ്സ്. ഞാൻ പറഞ്ഞ ഹൗസിനുള്ളിൽ ഞങ്ങള് കുറെ കളിച്ച്, കുറെ തമാശ, കുറെ ചിരികൾ. ഞങ്ങൾ ഇതുവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ആരും കുറ്റം പറഞ്ഞിട്ടില്ല. ലൈക്ക് അങ്ങനെ അറിയാം, ഞങ്ങൾ അങ്ങനെ ചെയ്തില്ല. അപ്പം ഹാപ്പി പ്ലേസ് അത്രയും ഒരു നെഗറ്റീവ്
കുറെ കാര്യങ്ങൾ നടക്കുമ്പോഴത്തേനും വി ഹാവ് അവർ ഓൺ തിങ്സ് ലൈക്ക് ഞങ്ങൾ കളിച്ച് ചിരിച്ച് നടക്കും. നമ്മൾ മാത്രമല്ല സിജോ ആണെങ്കിലും ഞങ്ങൾക്ക് കുറെ ഫൺ എലമെന്റ്സ് ഉണ്ട് അവിടെ. അതാണ് ഞാൻ ഹാപ്പി പ്ലേസ് ഉദ്ദേശിച്ചത്. ഓക്കെ, ഞാനിപ്പോ ശ്രീധുവിന്റെ അടുത്ത് ചോദിക്കാണ്, അർജുനില് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്വാളിറ്റി എന്താണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും പറയാ? ഇഷ്ടപ്പെട്ട ഒരു കാര്യം അതായത് നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഒരുമിച്ച് കിട്ടുന്ന സമയത്ത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത കുറച്ച് ചോദ്യങ്ങളുണ്ട്, അതാണ് നമ്മൾ ചോദിക്കുന്നത്. അതായത് അർജുനിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം, ഒറ്റ കാര്യം. മേ ബി കെയറിങ്. அது எனிமியா இருந்தாலும் ஏதாவது பிரச்சனை இருந்தா ஆளை தூக்கிட்டு போறது அந்த மாதிரி கேரிங். ആരായിരുന്നാലും അത് ചെയ്യും. ആരാണെങ്കിലും ഏറ്റവും കൂടുതൽ അതായത് അർജുൻ ഭയങ്കര കെയറിംഗ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്ന് തോന്നാൻ ഉണ്ടായ ഒരു സിറ്റുവേഷൻ എന്തെങ്കിലും ഉണ്ടോ? മീൻസ് ശ്രീധുവിന്റെ പേഴ്സണലി അല്ല, ഇപ്പൊ അധികം ഫ്രണ്ട്സ് അല്ലെങ്കിൽ പോലും ആള് പോയി ഹെൽപ്പ് ചെയ്യുന്ന കണ്ടപ്പോഴാണ് അങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടോ? സിറ്റുവേഷൻ എല്ലാവർക്കും അവൻ ചെയ്യും. ഐ മീൻ അർജുൻ ചെയ്യും. ആർക്ക് വയ്യാതായാലും പൊക്കിക്കൊണ്ടുപോകാൻ ഹെൽപ്പിംഗ് മെന്റാലിറ്റി അതാണ് ഉദ്ദേശിച്ചത്, വേറെ ഒന്നുമല്ല. ഓക്കെ, തിരിച്ച് ഞാൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് ശ്രീധുവില് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം, ഒറ്റ കാര്യം. അവള് ഭയങ്കര ജെന്യൂൻ ആണ്, സ്ട്രേറ്റ് ഫോർവേഡ് കാര്യം പറയും, ട്രസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? ലൈക്ക് എന്തുണ്ടെങ്കിലും ജെന്യൂൻ ആയിട്ട് പറയാം, അതായത് വേറെ ഷുഗർ കോട്ട്. അതിലിപ്പോ ടാസ്കിന്റെ ഇതാണെങ്കിൽ ഇപ്പൊ അവളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല, മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അവൾക്ക് അവളുടെ തീരുമാനങ്ങളാണ്, അതിലവൾ സ്റ്റിക്ക് ഓൺ ചെയ്യും. അതുകൊണ്ട് ജെന്യൂൻ ആയിട്ട് നിൽക്കും. അതിനുവേണ്ടി ഒരു കോണ്ടന്റിന് വേണ്ടി മാറാനോ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ചേഞ്ച് ചെയ്യാനോ എന്നുള്ള. ഇപ്പോ നിങ്ങളുടെ കുറച്ച് ഫാൻസുകാർ അല്ലെങ്കിൽ ആ ശ്രീജുൻ ഫാൻസില് കുറച്ച് ആൾക്കാരുണ്ട് ലൈക്ക് അയ്യോ ഇവർ ലൈഫിൽ രണ്ടുപേരും ഒന്നിച്ചേ പറ്റൂ എന്ന്, അല്ലെങ്കിൽ ഒന്നും നടക്കില്ല, ഇവർ രണ്ടുപേരും എന്തായാലും ഒന്നിക്കണം, അങ്ങനെ ഭയങ്കര സ്റ്റബേൺ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ മെസ്സേജസ് കണ്ടിട്ടുണ്ടോ? അങ്ങനെ ഉള്ള കാണുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്യൂച്ചർ ആലോചിക്കുമ്പോൾ വല്ല ടെൻഷൻ ഉണ്ടോ? അല്ല, ഞാൻ പൊതുവേ ഫ്യൂച്ചർ ഒന്നും ആലോചിക്കില്ല. എന്താണ് അതിൽ അവിടെ പോണോ ഫ്ലോയിലാ പോയിക്കൊണ്ടേ ഇരിക്കുക, അപ്പടിതാ വിചാരിച്ചിരിക്കുന്നത്. സോ ഫ്യൂച്ചർ ഞാൻ ലിവ് ഇൻ ദി മൊമെന്റ് ആളാണ്. ഇതുകൊണ്ടായിരിക്കും പെട്ടെന്ന് ഫ്രണ്ട്സ് ആയ പ്രസന്റില് ആ പ്രസന്റ് എന്താണ് ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്യാത്രേ ഉള്ളൂ. ഈ മൊമെന്റ് കിട്ടില്ലല്ലോ, ഇപ്പൊ ഈ നമുക്ക് ഈ മൊമെന്റ് കിട്ടില്ല, അത് എൻജോയ് ചെയ്യാം മാക്സിമം. ഫ്യൂച്ചറിൽ അത് ഒന്നും പറയാൻ പറ്റില്ല. എന്നാലും ടെൻഷൻ ഒന്നും തോന്നാറില്ലല്ലോ, അയ്യോ ഇവർ എന്തിങ്ങനെ, അതായത് നമ്മളെ ഫ്രണ്ട്സ് എന്ന് പറയണു, പിന്നെ ഇവര് പറയാണ് അയ്യോ ഇല്ല ഇവർ കല്യാണം കഴിക്കണം, അയ്യോ ഇവർ കല്യാണം കഴിച്ചില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്, ഇങ്ങനെയുള്ള മെസ്സേജസ് കാണുമ്പോൾ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ അയ്യോ ഇത് ഇവർ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്, അങ്ങനെ വല്ലതും തോന്നിയിട്ടുണ്ടോ? ഇല്ല, അവര് മനസ്സിലാക്കും പിന്നീട് ആയാലും ഒരു നാൾ അങ്ങനെ മനസ്സിലാക്കും. അർജുൻ എന്തേലും പറയാം? ഇല്ല, അത് തന്നെ അവർക്കിപ്പം അവരുടെ ഇഷ്ടം അവർ കാണിക്കുന്നതാണ്. ഇപ്പൊ നമ്മളിപ്പോ ഒരുമിച്ച് ഇപ്പൊ നമ്മളെന്നല്ല കുറെ ആൾക്കാർക്ക് ചില ആൾക്കാരെ ഇന്ന് ഒരുമിച്ച് കാണും ഇഷ്ടം തോന്നും. പണ്ട് തൊട്ട് അങ്ങനെ ഒരു മെന്റാലിറ്റി എല്ലാവർക്കും ഉണ്ട്. ഇപ്പൊ എനിക്കും പേഴ്സണലി ഞാനും വേറെ സീസൺ ആണെങ്കിലും വേറെ മൂവീസ് കാണുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഹീറോ ആക്ടർ ഒരുമിച്ച് കാണും, നമുക്ക് ആഗ്രഹം കാണും. പക്ഷെ അവരവരുടെ ആഗ്രഹം പറയുന്നു, അത് റെസ്പെക്ട് ചെയ്യണം. അത് അവർക്ക് അഭിപ്രായമാണ്, അവർക്ക് ഇഷ്ടമാണത്, കാരണം അവർ എൻജോയ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഈ സീസൺ കഴിഞ്ഞപ്പോഴാണ് ഇപ്പോഴും സ്റ്റിൽ ആൾക്കാർ പറഞ്ഞു ഇനി കാണാൻ വേറൊന്നുമില്ല, ആ ടൈമിൽ കാണാൻ വേറൊന്നുമില്ല, എൻജോയ് റിപ്പീറ്റ് അടിച്ചാണ്. ഇപ്പം എബ്രോഡുള്ള ആൾക്കാരും വേറെ രീതിയിൽ VPN ഒക്കെ വെച്ച് കണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കാരണം അവരുടെ ഈ സ്ട്രെസ്സിലൊക്കെ ഈ മൊമെന്റ്സ്, നമ്മുടെ ഈ മൊമെന്റ്സ് അല്ല അല്ലാതെ ഈ കാര്യങ്ങൾ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. സോ ആ ഒരു മെന്റാലിറ്റിയാണ് ഇപ്പൊ ഇത്രയും 24 hours വർക്ക് ചെയ്യുന്നു. സ്ട്രെസ് മാറ്റാൻ വേണ്ടി അവര് ബിഗ് ബോസ് കാണാൻ തുടങ്ങി, റീസെന്റ് ഇപ്പൊ കാണാൻ തുടങ്ങി എല്ലാവരും. അപ്പം ആ ഒരു മെന്റാലിറ്റി ആയതുകൊണ്ട് ആൾക്കാർക്കും ചില ആൾക്കാർ ഒരുമിച്ച് നിൽക്കണം എന്നുള്ള അവരുടെ ഇഷ്ടം കൊണ്ടല്ലേ. അതെ, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ ആ ഒരു രീതിക്ക് കാണാനാണ് ഇഷ്ടം അല്ലേ? ഇപ്പൊ ശ്രീധു പുറത്ത് വന്നതിന് ശേഷം നമ്മൾ രണ്ടുപേരും പല ഇന്റർവ്യൂസിലും പറയുന്നുണ്ടായിരുന്നല്ലോ ഫ്രണ്ട്സ് ആണെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ ചിലർ പറയുന്ന കമന്റ്സ് ഞങ്ങൾ കണ്ടായിരുന്നു, അതായത് ശ്രീധു പുറത്ത് വന്നപ്പോ ക്യാരക്ടർ ചേഞ്ച് ആയിന്ന്. അവരോട് എന്താ പറയാനുള്ളത്? അതായത് നിങ്ങൾ അതിനകത്തും ഫ്രണ്ട്സ് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്, അതിനകത്ത് ലവ് എന്നോ അങ്ങനെ ഒന്നുമേ പറഞ്ഞിട്ടില്ല, നമ്മൾ ഫ്രണ്ട്സ് എന്നുള്ള ഒരു രീതിയിലാണ് പോർട്രേ ചെയ്തിട്ടുള്ളത്. പുറത്ത് വന്നപ്പോഴും അത് തന്നെയാണ് പറയുന്നത്. പക്ഷെ നിങ്ങളുടെ കോംബോ അത്രയ്ക്ക് ഇഷ്ടമായത് കാരണം അത് ഉള്ളിലോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ ഇപ്പൊ ശ്രീധുയുടെ ക്യാരക്ടർ പുറത്ത് വന്നപ്പോ ചേഞ്ച് ആയി എന്ന് പറയുന്നവരോട് എന്താ മറുപടി പറയാനുള്ളത്? ചിലപ്പോ ഈ ബോണ്ട് വന്നിട്ട് തെറ്റിദ്ധരിപ്പിക്കാൻ. ഓക്കെ ഓക്കെ, ശരി. ഇപ്പൊ അർജുന്റെ ലൈഫ് സ്റ്റോറി ഒക്കെ പറയുന്ന സമയത്ത് കുറെ പേർക്ക് ഇൻസ്പിറേഷണൽ ആവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ശ്രീധുവിന്റെ അടുത്ത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ഒരു നിങ്ങൾ എന്തിനാ ചിരിക്കണേ? ചുമ്മാ ചിരിക്ക. അപ്പം അർജുന്റെ എന്തേലും ഒരു കാര്യം ഭയങ്കര ഇൻസ്പയറിംഗ് ആയിരുന്നു എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് പറയും?
അവസാനം ഞാൻ ചോദ്യം ചോദിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? എന്ന് പറയാ ചോദ്യം ഞാൻ ചോദിക്കുന്ന കറക്റ്റ് തന്നെയല്ലേ? മനസ്സിലായോ? അതാണ് ശ്രീധു. ഞാൻ ചോദിക്കുന്നത് മനസ്സിലാവുന്നില്ല, പകരം അർജുൻ എന്റെ ലൈഫ് സ്റ്റോറിയിൽ എന്നെ കണ്ടിരിക്കുന്നതിൽ ഇൻസ്പയർ ആയോ? ഇവരെന്തിനാ ചിരിക്കുന്നതെന്ന് പോലും മനസ്സിലാവുന്നില്ലല്ലോ. ചോദ്യം സ്കിപ്പ് ചെയ്യാം. ഒന്നും ഇൻസ്പയറിംഗ് ആയിട്ടില്ലേ? എന്നെ പറ്റി മനസ്സിലാക്കിയില്ല. എന്റെ പാസ്റ്റ് കഥ കേട്ടിട്ട് നിനക്ക് എന്തെങ്കിലും ഇൻസ്പയർ വെട്ടുക അയ്യോ എന്തേലും ഒന്ന് ഇൻസ്പയറിംഗ്, വെറുതെ എന്തെങ്കിലുമൊക്കെ പറ. മീൻസ് ക്യാരക്ടറോ അല്ലെങ്കിൽ ഇൻസ്പയർ ചെയ്യണമെന്ന് വെച്ചാൽ എന്തെങ്കിലും ഇപ്പൊ നെഗറ്റീവ് കമന്റ്സ് തന്നെ അത് വളരെ പോസിറ്റീവായിട്ട് എടുക്കുന്നു. എന്തെങ്കിലും ഒരു കാര്യം ഇൻസ്പയർ ആയത് ഒന്നുമില്ലെന്ന്. ഇല്ല അപ്പടിയല്ല, ഞാൻ നോക്കണം. നോക്കിയിട്ടാണോ എടുക്കുന്നത്? എന്ത് പറയാനാണ്? ശരി, നമുക്ക് നേരെ തിരിച്ച് ഉൾട്ട എടുക്കാം. അപ്പൊ ചിലപ്പോ ആ ഗ്യാപ്പിൽ ശ്രീതു ആലോചിച്ചു. ഞാൻ പറയാം, ഇവൾക്ക് ഇപ്പം 25 വയസ്സ്. ഇതിനു മുമ്പ് തന്നെ എനിക്ക് ലൈഫിൽ ചെയ്യണമെന്നൊക്കെ കാര്യങ്ങളുണ്ടായിരുന്നു. ഇവളത് ചെറുപ്പത്തിലേ ചെയ്തിട്ടുണ്ട്. 6th തൊട്ട് എന്റെ ആക്ടിങ് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞു 6th 7th ആക്ടിങ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴത്തന്നെ അവൾ ആ ഒരു ഇൻബിൽറ്റ് സംഭവമായിട്ടുണ്ട്. പിന്നെ കുറെ വീട്ടിൽ കുറെ കാര്യങ്ങൾ ചെയ്തു, ഇൻഡിപെൻഡന്റ് ആയി, ഓൺ ആയിട്ട് കാറൊക്കെ മേടിച്ചു. ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട്. പുള്ളിക്കാരി ചെയ്ത കുറെ കാര്യങ്ങളുണ്ട്, പുറത്ത് വരാത്ത കുറെ കാര്യങ്ങളുണ്ട്. അങ്ങനെ ഈ ഒരു പ്രായത്തിൽ ഇങ്ങനത്തെ ചെയ്യുന്നവരുണ്ട്. പക്ഷേ ഇവള് ചെയ്തതിൽ എനിക്ക് ഭയങ്കര ഇൻസ്പയർ ആയിട്ടുണ്ട്. എന്റെ ചോദ്യം ഒരാൾക്കെങ്കിലും മനസ്സിലായി? ഇപ്പൊ അർജുനെ അതിന്റെ അർത്ഥം പ്രത്യേകിച്ച് പറയാനല്ലേ? അങ്ങനെയല്ല, എന്നാലും അത് സീക്രട്ട് ആണെന്നല്ലേ ഗൈസ്? അത് പുറത്ത് പറയാൻ പറ്റാത്തത് കൊണ്ട് ശ്രീതു അത് സീക്രട്ട് ആയിട്ട് വെച്ചിരിക്കുകയാണ്. പക്ഷെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ ഒരു ജോലി, അതാണോ നിങ്ങളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ്? അക്കൗണ്ടിംഗ്, ബാങ്കിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖലകളിൽ ഒരു നല്ല ജോലി നേടാം ഫിൻബ്രൂവിനൊപ്പം.